Hello students, ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ക്ലാസ് 12ന്റെ മറ്റൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ആൻഡ് ദാറ്റ് ഈസ് കെമിക്കൽ കൈനറ്റിക്സ്. അപ്പോൾ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത, സ്പീഡ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിൽ നമുക്ക് സ്പീഡിനെ എക്സ്പ്രസ് ചെയ്യാം ആൻഡ് ഓൾസോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട്സ് ദ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ലൈക്ക് കോൺസെൻട്രേഷൻ മാറുമ്പോൾ സ്പീഡ് മാറാം, ടെമ്പറേച്ചർ മാറാം, കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്? സോ നമ്മൾ തുടങ്ങുന്നത് റേറ്റ് ഓഫ് റിയാക്ഷൻ. ഒന്നുമില്ല, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ വേഗത അല്ലെങ്കിൽ സ്പീഡ് എന്താണ്, ഹൗ ഡു യു ഡിഫൈൻ സ്പീഡ്? നമുക്കറിയാം, നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ, ഏതൊരു റിയാക്ഷനും തുടക്കത്തിൽ എടുക്കുമ്പോൾ ഒരു റിയാക്റ്റൻ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയുകയാണ് റിയാക്റ്റൻറ്റ് ടു പ്രോഡക്റ്റ്, R to P എന്ന് എഴുതിയിരിക്കുന്ന റിയാക്റ്റൻറ്റ് ടു പ്രോഡക്റ്റ് കൺവേർഷൻ ആണെങ്കിൽ റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റായി മാറും. ഇനീഷ്യലി തുടക്കത്തിൽ റിയാക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്കറിയാം റിയാക്റ്റൻ്റ് മാത്രമേ ഉള്ളൂ, പ്രോഡക്റ്റ് ഫോം ചെയ്തിട്ടില്ല. അപ്പം ടൈം പ്രോഗ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുമ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരികയും പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടി വരികയാണ് ചെയ്യുന്നത്. റിയാക്റ്റൻറ്റ് ഡിക്രീസസ് ആൻഡ് പ്രോഡക്റ്റ് ഇൻക്രീസസ്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന ഐദർ ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇത്ര ടൈമിൽ എത്ര റിയാക്റ്റൻറ്റ് കുറഞ്ഞു അല്ലെങ്കിൽ ഇത്ര ടൈമിൽ എത്ര പ്രോഡക്റ്റ് ഫോം ചെയ്തു, അങ്ങനെയാണ് നമ്മൾ റേറ്റ് ഓഫ് എ റിയാക്ഷൻ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പീഡ്. സോ റേറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ഓർ പ്രോഡക്ട്സ് വിത്ത് യൂണിറ്റ് ടൈം. നമ്മൾ ഏതെങ്കിലും ഒന്ന് മെഷർ ചെയ്താലും നമുക്ക് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കൂ, റിയാക്റ്റൻറ്റ് ഗിവിംഗ് പ്രോഡക്ട്സ്. ഹിയർ ഹൗ ഐ എം മെഷറിംഗ് ദ റേറ്റ്. Rate can be measured either as the disappearance of R, എത്ര ശതമാനം or എത്ര അളവിൽ റിയാക്റ്റൻ്റ് കുറയുന്നു, that is decrease in the concentration of R divided by time taken, that is R by T, concentration of R divided by time. ഓർ നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞു, ഐദർ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ്, എത്ര പ്രോഡക്ട്സിൻ്റെ അളവ് കൂടുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം, ആൻഡ് ദാറ്റ് ഈസ് ഗിവൻ ഹിയർ, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ, ദാറ്റ് ഈസ് P by T. അപ്പോൾ ഐദർ ഇൻ ടേംസ് ഓഫ് ദ റിയാക്റ്റൻറ്റ് ഓർ ഇൻ ടേംസ് ഓഫ് പ്രോഡക്ട്സ് യു ക്യാൻ എക്സ്പ്രസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇനി നമ്മൾ യൂണിറ്റ് ഓഫ് റേറ്റ്, ഒരു റേറ്റിൻ്റെ യൂണിറ്റ് എന്താ നമുക്കറിയാം. റേറ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എന്താ, ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കണ്ടു, റേറ്റ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് ഐദർ ദ റിയാക്റ്റൻ്റ് ഓർ ദ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇതല്ലേ നമ്മളുടെ ഇക്വേഷൻ, നമ്മൾ പഠിച്ചതാണല്ലോ, കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം. കോൺസെൻട്രേഷൻ നമ്മൾ പൊതുവെ എക്സ്പ്രസ് ചെയ്യുന്ന വി എക്സ്പ്രസ് ഇറ്റ് ഇൻ മോൾസ് പെർ ലിറ്റർ. മോൾസ് പെർ ലിറ്റർ ആണ് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ്, ഡിവൈഡഡ് ബൈ ടൈം ഇൻ സെക്കൻഡ്സ്. അപ്പോൾ കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് വിൽ ഗിവ് യു ദ യൂണിറ്റ് ഓഫ് റേറ്റ്. അതാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് ഓഫ് റേറ്റ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് ഇൻ ടു ടൈമിൻ്റെ യൂണിറ്റ് റേസ് ടു -1 because it is divided by time. If you take it to top, it becomes time in the inverse. Or concentration of unit of concentration is mole per liter and that of time is per second. നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് തന്നെ ഇവിടുന്ന് കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താ, ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് വിൽ ഗിവ് യു ദ കോൺസെൻട്രേഷൻ റേറ്റിൻ്റെ യൂണിറ്റ്, ദാറ്റ് ഇസ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഇനി നമ്മൾ പറയുന്ന കെമിക്കൽ റിയാക്ഷൻസ് എപ്പോഴും പിന്നെ സോളിഡ് ഫേസിലോ ലിക്വിഡ് ഫേസിലോ ഉള്ള കോമ്പോണൻസ് ആയിരിക്കില്ല. ഗേഷ്യസ് റിയാക്റ്റൻസ് ഒരുപാട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ അയോഡൈഡിൻ്റെ ഡീകമ്പോസിഷൻ ടു ഗിവ് H2I2, അതൊക്കെ എല്ലാം ഗേഷ്യസ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. സിൻസ് ഇറ്റ് ഈസ് എ ഗ്യാസ് വി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ആ കേസിൽ, അതായത് ഗേഷ്യസ് റിയാക്ഷൻ്റെ കേസിൽ യൂണിറ്റ് ഓഫ് റേറ്റ് ബിക്കംസ് atmosphere per second. Instead of mole per liter you have to take atmosphere because there in case of gaseous reactants we are dealing with the partial pressure. Okay, ഇനി നമുക്ക് റേറ്റ് എന്താണെന്ന് പറഞ്ഞു, ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് വിത്ത് ടൈം. പക്ഷേ
അത് തന്നെ റേറ്റ് തന്നെ പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ റേറ്റിനെ ക്ലാസിഫൈ ചെയ്യാം. വൺ ഈസ് ദ ആവറേജ് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ, അടുത്തത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ഇൻ്റർവെല്ലിൽ മെഷർ ചെയ്യുന്ന റേറ്റ് ആണ്. ഒരുപാട് ടൈം ഗ്യാപ്പിൽ, അല്ലെങ്കിൽ ഇത്ര ഫ്രം 10 hours, ഒരു 10 hours ഗ്യാപ്പിലോ അല്ലെങ്കിൽ 5 hours ഗ്യാപ്പിലോ അങ്ങനെയൊക്കെ ടൈം പീരീഡ്, ഒരു ടൈം ഇൻ്റർവെൽ ലാർജ് ഡ്യൂറേഷനിൽ മെഷർ ചെയ്യുന്ന റേറ്റ് ആണ് ആവറേജ് റേറ്റ്. അതിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ആവറേജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് AV സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അത് ഏത് റേറ്റ് ആയാലും, റേറ്റ് വെദർ ഇറ്റ് ഈസ് ആവറേജ് റേറ്റ് ഓർ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, റേറ്റിൻ്റെ എക്സ്പ്രഷൻ സെയിം ആണ്. ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ ഓർ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ മൈനസ് എന്ന് പറയുന്നത് റേറ്റ് ഇസ് നോട്ട് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിക്രീസ് ചെയ്യാന്നല്ല അതിൻ്റെ അർത്ഥം, ബട്ട് കോൺസെൻട്രേഷൻ ഓഫ് ദ പിന്നെ എപ്പോഴും അത് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു മൈനസ് സൈൻ ഇട്ടിരിക്കുന്നത്. ഇത് പ്ലസ് ആവാനുള്ള കാരണം കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് വിത്ത് ടൈം ഇസ് ഗോയിങ് ഓൺ ഇൻക്രീസിങ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് മെഷർ ചെയ്യുക? ആവറേജ് റേറ്റ് മെഷർ ചെയ്യുന്നത് ഇപ്പം ഞാൻ പറയുകയാണ്, ഐ എം മെഷറിങ് വിത്ത് റെസ്പെക്ട് ടു റിയാക്റ്റൻറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ആണ് വി ക്യാൻ മെഷർ വിത്ത് റെസ്പെക്ട് ടു റിയാക്റ്റൻറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ്. ഇവിടെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു റിയാക്റ്റൻസ് ആണ് റേറ്റ് മെഷറിങ്ങെങ്കിൽ ഐ മെഷർ ദ റേറ്റ് അറ്റ് 2 ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ. എനിക്ക് ഏത് ടൈം ഇറ്റ്സ് നോട്ട് ടെമ്പറേച്ചർ, ടൈം. ഓക്കെ, അപ്പോൾ എനിക്ക് ഏത് ടൈം പീരീഡിലാണ് റേറ്റ് വേണ്ടത്? ഫോർ എക്സാമ്പിൾ, R1 ഇസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ അറ്റ് ടൈം T1 ആൻഡ് R2 ഇസ് ദ റേറ്റ് അറ്റ് ടൈം T2. അതായത് രണ്ട് ടൈമിലുള്ളത് ഞാൻ മെഷർ ചെയ്യുന്നു. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്, മെഷറിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് എനി ഓഫ് ദ റിയാക്റ്റൻസ് ഓർ പ്രോഡക്റ്റ് അറ്റ് 2 ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ദ കോൺസെൻട്രേഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതൊന്ന് ആവറേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? R average is equal to, ഇത് റിയാക്റ്റൻ്റ് ആയതുകൊണ്ട് വി ഹാവ് ടു പുട്ട് a മൈനസ് സൈൻ ബിക്കോസ് റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നു. മൈനസ് ഇൻറ്റു R2 മൈനസ് R1, ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ദ ഡിഫറൻസ് ഇൻ ദ ടൈം T2 മൈനസ് T1. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആവറേജ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന? 2 ഡിഫറെൻറ്റ് ടൈമിലുള്ള റേറ്റ് കോൺസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്തിട്ട് അത് ആസ് പെർ നമ്മളുടെ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ തമ്മിലുള്ള ഡിഫറൻസും ടൈം തമ്മിലുള്ള ഡിഫറൻസും കൂടെ എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ മെഷർ ദ ആവറേജ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഇനി നമ്മൾ പറഞ്ഞു മറ്റൊരു റേറ്റും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് മെഷേർഡ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ്. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണെന്ന് വിചാരിച്ചോളൂ, ആ ടൈമിൽ ഒരു 600 സെക്കൻഡ്സിലാണ് എത്രയാണ് റേറ്റ്, അല്ലെങ്കിൽ ഇന്ന ടൈമിൽ വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. വി ആർ നോട്ട് മെഷറിങ് ഓവർ എ ടൈം ഇൻ്റർവെൽ, ഒരു അല്ല മെഷർ ചെയ്യുന്നത്, ബട്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ എത്രയാണ് റേറ്റ്, ആ റേറ്റിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് INST റെപ്രസെൻറ്റ്സ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. ഇതും നേരത്തെ പറഞ്ഞ മാതിരി തന്നെ റേറ്റ് വെദർ ഇറ്റ് ഈസ് ആവറേജ് ഓർ ഇൻസ്റ്റൻറ്റേനിയസ്, ദ സെയിം കൺസെപ്റ്റ്, ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് വിത്ത് ടൈം ഓർ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് വിത്ത് ടൈം. ബട്ട് ഇതിനെ മെഷർ ചെയ്യുന്ന രീതി നമ്മൾ വേറെയാണ്. ഗ്രാഫിക്കലി ആണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇതാ ഈ ഗ്രാഫ് നോക്കൂ, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് വിചാരിച്ചു. ഇത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ, ഐ എം ടേക്കിംഗ് ദ റിയാക്റ്റൻറ്റ് കോൺസെൻട്രേഷൻ ആൻഡ് പ്ലോട്ടിങ് ഇറ്റ് അഗെയിൻസ്റ്റ് ഒരു ടൈം പീരീഡ് 0 to 1000 സെക്കൻഡ്സ് വരെ പ്ലോട്ട് ചെയ്തു. പക്ഷേ എനിക്ക് അതിൽ വേണ്ടത് 600 സെക്കൻഡ്സിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ വി നോ റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞാണ് വരുന്നത്. അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്, ഇറ്റ് ഈസ് ഡിക്രീസിങ് വിത്ത് ടൈം. ബട്ട് ഹിയർ ഈ 600 സെക്കൻഡ്സിലുള്ള പിന്നെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട? റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഒരു ടാൻജൻറ്റ് നമ്മളൊരു ടാൻജൻറ്റ് വരച്ചിട്ട് ആ ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് കിട്ടും. അപ്പോൾ ആവറേജ് റേറ്റ് മെഷർ ചെയ്യുന്ന രീതിയും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് മെഷർ ചെയ്യുന്ന രീതിയും രണ്ടാണ്. ബിക്കോസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഇസ് ദ റേറ്റ് അറ്റ് പർട്ടിക്കുലർ ടൈം പീരീഡ്, വേറാസ് ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടൈം ഇൻ്റർവെല്ലുള്ള റേറ്റാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ റേറ്റ് പഠിച്ചു, 2 തരത്തിലുള്ള റേറ്റ് പഠിച്ചു, മെഷർമെൻറ്റും പഠിച്ചു. ഇനി
we are moving on to expression for rate of a reaction. Rate express ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നീറ്റിന് പിന്നെ വരാൻ പോകുന്നതെന്ന് വിചാരിച്ചോളൂ. For the chemical reaction, Haber's process, ammonia formation, the correct option is ഇത് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന റേറ്റ് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. ഇപ്പോൾ ഏത് കെമിക്കൽ റിയാക്ഷൻ തന്നാലും നമ്മൾ അതിന് റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റേറ്റ് എക്സ്പ്രഷൻ എഴുതാൻ നമുക്ക് നോക്കാം. സാധാരണ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ I am simply writing A plus B giving C plus D. ഇവിടെ 1 mole of A is reacting with 1 mole of B to give 1 mole of C and 1 mole of D. ഇവിടെ കോഎഫിഷ്യൻസ് ഒന്നുമില്ല, അതായത് റിയാക്റ്റൻസിനോ പ്രോഡക്റ്റിനോ കോഎഫിഷ്യൻസ് ഒന്നുമില്ല. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റേറ്റ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം, രണ്ട് റിയാക്റ്റൻറ്റിൻ്റെ രീതിയിലും എഴുതാം, പ്രോഡക്റ്റിൻ്റെ രീതിയിലും. റിയാക്റ്റൻ്റ് എഴുതുമ്പോൾ എപ്പോഴും യു ഹാവ് ടു ഹാവ് എ മൈനസ് സൈൻ. ഓക്കെ, അപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു, ഹൗ യു റൈറ്റ് ദിസ് വിത്ത് റെസ്പെക്ട് ടു എ ഇസ് മൈനസ് decrease in the concentration of reactant with time, that is we represent it as minus dA by dt is equal to, with respect to B we write it as minus dB by dt, that is decrease in the concentration of B with respect to time. ഇനി നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ പ്രോഡക്ട്സിലേക്ക് വരാൻ നമുക്ക് മൈനസ് ആവശ്യമില്ല, കാരണം അത് അവിടെ കോൺസെൻട്രേഷൻ കൂടുകയാണ്. സോ ഹൗ വി റൈറ്റ്, പ്ലസ് ഇടണം എന്നില്ല, ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് സി വിത്ത് റെസ്പെക്ട് ടു ടൈം ഓർ ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡി വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ഡി ബൈ ഡി ടി, അതായത് ദ ചേഞ്ച് ഇൻ വെരി സ്മോൾ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഇങ്ങനെയാണ് എഴുതുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ റിയാക്റ്റൻസിനോ പ്രോഡക്ട്സിനോ കോഎഫിഷ്യൻസ് ഒന്നുമില്ല. എന്നാൽ ഈ ഒരു സെക്കൻഡ് റിയാക്ഷൻ വിച്ച് ഐ ഷോൺ യു, നിങ്ങൾ നോക്കൂ, ഇവിടെ 2 molecules of HI is reacting to give H2 and I2. ഇവിടെ സ്റ്റോയിക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് ഉണ്ട്, അതായത് your reactant is having a coefficient. കോഎഫിഷ്യൻ്റ് വരുമ്പോൾ we have to, നമ്മൾ ഇത് എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്, that is the rate of the disappearance or the rate of the appearance of the product is divided by their stoichiometric coefficient. അതായത് കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് വെച്ചിട്ട് നമ്മൾ എഴുതുന്ന റേറ്റ് ഇക്വേഷനെ ഡിവൈഡ് ചെയ്യണം. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് എഴുതാൻ, നമ്മളുടെ ഈ റിയാക്ഷൻ്റെ റേറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇവിടെ നമുക്കറിയാം ഇറ്റ് ഈസ് മൈനസ്, ബിക്കോസ് ഇറ്റ് ഈസ് എ റിയാക്റ്റൻ ആൻഡ് ദ കോൺസെൻട്രേഷൻ ഇസ് ഡിക്രീസിങ്, മൈനസ് ഡി എച്ച് ഐ ബൈ ഡി ടി, ബട്ട് ഹിയർ യു ഹാവ് എ കോഎഫിഷ്യൻറ്റ് ഓഫ് 2. അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്നാണ് പഠിച്ചിരിക്കുന്നത്. സോ മൈനസ് 1/2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 എന്ന് എഴുതാം. 1/2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ഐ ഡിവൈഡഡ് ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, ഹിയർ വി ഡു നോട്ട് ഹാവ് എനി കോഎഫിഷ്യൻസ്, അപ്പോൾ നമ്മൾ യു ക്യാൻ റൈറ്റ് ഡയറക്ട്ലി. സോ ഹിയർ ദ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാണ് പ്രോഡക്റ്റ് ആയതുകൊണ്ട്. സോ നമ്മളെങ്ങനെ എഴുതും, concentration of dH2 by dt is equal to di2 by dt. Okay, അപ്പോൾ ഇതാണ് നമ്മളുടെ പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കോഎഫിഷ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് മൈനസും പ്ലസും, റിയാക്റ്റൻ്റ് ആണെങ്കിൽ മൈനസും മറ്റേത് പ്ലസും ഇട്ടിട്ട് ഡി ബൈ ഡി ടി ഫോമിൽ എഴുതി പോവാം. അതല്ല, ഇഫ് യു ഹാവ് എ സ്റ്റോയിക്കിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് യു ഹാവ് ടു റൈറ്റ് ദ റേറ്റ് ഓഫ് ദ റിയാക്റ്റൻസ് ഓർ പ്രോഡക്ട്സ്, ഏതാണോ നമ്മൾ ചൂസ് ചെയ്യുന്ന, ഡിവൈഡഡ് ബൈ ദിയർ റെസ്പെക്റ്റീവ് സ്റ്റോയിക്കിയോമെട്രിക് കോഎഫിഷ്യൻസ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഇത് NCERT ടെക്സ്റ്റിൽ കാണുന്ന ഒരു എക്സാമ്പിളാണ്. നമുക്ക് റേറ്റ് എങ്ങനെ എഴുതാം, റേറ്റ് ഇസ് ഈക്വൽ ടു decrease in the concentration of reactants, but you have a coefficient here 5, so minus 1/5 into dBr by dt is equal to, here coefficient ഒന്നുമില്ല, so just dBrO3 by dt is equal to 1/6 minus 1/6 into dH plus by dt. റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലാണെങ്കിൽ നമ്മൾ അത് ഇങ്ങനെയായിരിക്കും എഴുതേണ്ടത്. പ്രോഡക്റ്റിൻ്റെ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു 1/3 ഇൻറ്റു dBr2 by dt
is equal to 1 by 3 into change in concentration of water divided by time. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇൻ ഓർഡർ ടു റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് എ റിയാക്ഷൻ. അപ്പം നമുക്ക് നീറ്റ് യു ജിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ മാതിരി ഹിയർ ഇറ്റ് ഈസ് ദ ഹേബർ പ്രോസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ആദ്യം നമ്മളൊന്ന് എടുത്തെഴുതണം. എപ്പോഴും ഇക്വേഷന് അതിൻ്റെ കോയിഫിഷ്യൻസ് വെദർ ദേ ആർ ഗ്യാസസ് എല്ലാം ഒരു കംപ്ലീറ്റ് കെമിക്കൽ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾ എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത അതേ ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആദ്യം കംപ്ലീറ്റ് ആയിട്ടൊരു റേറ്റ് എക്സ്പ്രഷൻ എഴുതാം. റേറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് dN2 ബൈ dt ഇസ് ഈക്വൽ ടു ഹിയർ യു ഹാവ് കോയിഫിഷ്യൻ. അപ്പോൾ അത് മറക്കരുത്. 1 by 3 into dH2 by dt is equal to, here you have coefficient, so you have to put it as 1 by 2 into dNH3 by dt. ഇതാണ് നമ്മൾ എക്സ്പ്രഷൻ. അപ്പം നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതി കറസ്പോണ്ടിംഗ്ലി റേറ്റ് എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഏത് ഓപ്ഷനാണ്, എ ബി സി ആണോ ഡി ആണോ. അപ്പോൾ ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഷോയിങ് ദ റിലേഷൻ ബിറ്റ്വീൻ എനി ടു ഹൈഡ്രജൻ്റെ ഫോർമേഷനും ഹൈഡ്രജൻ്റെ ഡിസപ്പിയറൻസും അമോണിയൻ്റെ ഫോർമേഷനും തമ്മിലുള്ള ഇക്വേഷനാണ് ആദ്യം തന്നിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് നോക്കാം. 3dH2 by dt ഇസ് ഈക്വൽ ടു, ഇവരെ രണ്ടുപേരെയും എഴുതി നോക്കാം. ദാറ്റ് ഈസ് മൈനസ് 1 by 3 into dH2 by dt is equal to, ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത്. സോ വി ആർ ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇതാണ് നമ്മൾ അമോണിയ ആൻഡ് ഹൈഡ്രജൻ തമ്മിലുള്ള റേറ്റ് എക്സ്പ്രഷൻ്റെ റിലേഷൻ. സോ ബട്ട് ഹിയർ ഇറ്റ് ഈസ് ഗിവൺ 3 into concentration of H2 divided by concentration of D2 is equal to 2 into concentration of ammonia divided by DT. എന്തായാലും we know hydrogen concentration കുറഞ്ഞു പോവുകയാണ്, isn't it? It is decreasing whereas concentration of ammonia is increasing. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഇൻകറക്റ്റ് ആണ്. സെക്കൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് 1 by 3 into dH2 by dt is equal to minus half into d ammonia by dt. അത് നമുക്കറിയാം, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അമോണിയയുടെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ഇടേണ്ട കാര്യമില്ല. സോ ദാറ്റ് ഈസ് ഓൾസോ ഇൻകറക്റ്റ്. നെക്സ്റ്റ് യു സി മൈനസ് dN2 by dt. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു N2 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഈക്വൽ ടു 2 into dNH3 by dt. 2 അല്ല, അമോണിയ ഹാസ് എ കോഎഫിഷ്യന്റ് ഓഫ് 2, so it becomes 1 by 2. Last expression നോക്കൂ, മൈനസ് dN2 by dt is equal to half into dNH3 by dt. ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. അതായത് നൈട്രജനും അമോണിയയും തമ്മിലുള്ള റിലേഷൻ ആണ് ലാസ്റ്റ് ഓപ്ഷൻ. ആൻഡ് ദാറ്റ് ഇസ്, സിൻസ് എല്ലാം ഈക്വൽ ടു ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏത് രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഏതാണ് ആസ് പെർ നമ്മളുടെ റിക്വയർമെൻറ്റ് യു ക്യാൻ ഇക്വേറ്റ് ഇറ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ റിക്വയർഡ് ഇക്വേഷൻ. അപ്പോൾ ഇത് കറക്റ്റാണ്. മൈനസ് dN2 by dt ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു dNH3 by dt. അപ്പം ഈ ആൻസറിൻ്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കണം. അപ്പോൾ ഏത് തരത്തിലുള്ള ഏത് കെമിക്കൽ ഇക്വേഷൻ തന്നാലും വെദർ യു ഹാവ് കോഎഫിഷ്യൻസ് ഓർ നോട്ട്, നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഓൾസോ ഇഫ് യു ഹാവ് കോഎഫിഷ്യൻ ഡോണ്ട് ഫോർഗെറ്റ്, മറക്കരുത്, ഡിവൈഡ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇത് 2009 നീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഫോർ ദ റിയാക്ഷൻ N2 + 3H2, ഇവിടെ അമോണിയൻ്റെ ഫോർമേഷൻ ആണ്, പക്ഷെ വാല്യൂസ് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇക്വേഷൻ എഴുതല്ല, റേറ്റിൻ്റെ എക്സ്പ്രഷൻ എഴുതാനല്ല. ഇഫ് formation of ammonia value is 2 into 10 raised to minus 4 mole per liter per second, the value of minus dH2 by dt. അപ്പോൾ ഇതും നമ്മൾ ഇപ്പം പഠിച്ച അതേ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ട റിലേഷൻ? ഇറ്റ്സ് എ റിലേഷൻ കണക്റ്റിംഗ് ദ ഹൈഡ്രജൻ്റെ റേറ്റും അമോണിയൻ്റെ റേറ്റും തമ്മിലുള്ള ഇക്വേഷൻ കണക്ട് ചെയ്ത് എഴുതിയാലാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ആസ് പെർ ദിസ് ഇക്വേഷൻ N2 + 3H2 gives 2NH3
റേറ്റ് എന്തായിരിക്കും? എങ്ങനെ എഴുതാം നമുക്ക്? റേറ്റ് ഇസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് നൈട്രജൻ വിത്ത് ടൈം is equal to minus 1 by 3 into dH2 by dt, isn't it? Is equal to 1 by 2 into dNH3 by dt. ഇതാണ് നമ്മളുടെ എക്സ്പ്രഷൻ, isn't it? നമ്മളെ എക്സ്പ്രഷൻ ഇതാണ്. ബട്ട് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് ആരാണ്? അമോണിയൻ്റെ പിന്നെ ഡിഫറൻഷ്യലും equationum and hydrogenum madi. Nitrogen we do not require, so just write down only that is minus 1 by 3 into dH2 by dt is equal to half into dNH3 by dt. ഇതാണ് നമ്മളുടെ റിക്വയർഡ് ഇക്വേഷൻ. എന്താണോ ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ഭാഗം മാത്രം യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. ബിക്കോസ് നമ്മൾ എല്ലാത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഈക്വൽ ടു സൈൻ ആണ്. എവറിത്തിങ് യു ക്യാൻ ഇക്വേറ്റ്, അതാണ്. ഓക്കെ, ആൻഡ് യു ആർ ഗിവൺ അമോണിയൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ആൻഡ് യു ആർ ആസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ഹൈഡ്രജൻ്റെ വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൈഡ്രജൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ DH2 ബൈ dt കണ്ടുപിടിക്കണമെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ? ഈ 3നെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ 3 by 2 into concentration of ammonia divided by dt, isn't it? ഇവിടെ നമ്മൾ മൈനസ് യു ക്യാൻ ഒമിറ്റ് ഇറ്റ് ബിക്കോസ് ഞാൻ എപ്പോഴും പറഞ്ഞു മൈനസ് എന്ന് പറയുന്ന ഇറ്റ്സ് എ ഫാക്ടർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ജസ്റ്റ് ദ കോൺസെൻട്രേറ്റ്, അവിടെ റിയാക്റ്റൻറ്റിൻ്റെ അളവ് കുറയുന്നുണ്ട് എന്ന് മാത്രം ഇൻഡിക്കേറ്റ് ചെയ്യാൻ, ഓർ നെവർ അങ്ങനെ മനസ്സിലാക്കരുത് റേറ്റ് ഓഫ് എ റിയാക്ഷൻ ഡിക്രീസ് ചെയ്ത് പോകാന്നുള്ള അർത്ഥത്തിലല്ല, അവിടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു പോകുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ ക്വസ്റ്റ്യൻ വന്നാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 3 by 2. ഈ നെഗറ്റീവ് സൈന് ഓൾറെഡി ഈ ഇറ്റ്സ് ഡിക്രീസിങ് അത് സൂചിപ്പിക്കുന്നതാണ്. സോ ലെറ്റ് us solve 3 by 2 into ഇതിൻ്റെ തന്നിട്ടുണ്ട് വാല്യൂ ഇസ് 2 into 10 to the power of minus 4, isn't it? നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് 3 into 10 to the power of minus 4 mole per liter per second. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഈ ക്വസ്റ്റ്യനെ സംബന്ധിക്കുന്ന കറക്റ്റ് ഉത്തരം 3 into 10 raised to minus 4 mole per liter per second ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് പിന്നെ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളുടെ ബോർഡ് എക്സാമിനും അതേമാതിരി നീറ്റ് പിന്നെ പരീക്ഷകളിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തരികയാണെങ്കിൽ അതിൽ നിന്ന് റേറ്റ് എങ്ങനെയാണ് എഴുതുന്നത്, കോഎഫിഷ്യൻസ് എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പിന്നെ ഒന്ന് കൈനറ്റിക്സിൻ്റെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. അപ്പം പിന്നെ ഈ റേറ്റിനെ നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, 2 തരത്തിലുള്ള റേറ്റും അതിനെ സംബന്ധിക്കുന്ന 1-2 എക്സാമ്പിൾസുമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി കൈനറ്റിക്സിൻ്റെ കണ്ടിന്യൂഷൻ വി വിൽ ബി ടേക്കിംഗ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. അപ്പോൾ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.